ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു മുറിയിൽ ഞാനും ശ്രീ വി കെ ശ്രീകണ്ഠനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകളുടെ സത്യസന്ധതയില്ലായ്മയ്ക്ക് അതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ ആളുകൾ അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര വാസ്തവമില്ലാത്ത, എന്തിനാണ് നമ്മൾ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാനങ്ങനെ മാധ്യമധർമ്മമൊന്നും പഠിപ്പിക്കാനായിട്ടില്ല, അത് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണോ രണ്ടുപേർ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? ഇപ്പോൾ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഞാനും തമ്മിൽ രഹസ്യമായി സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണോ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ റെസ്റ്റോറൻ്റ് ആണെന്നും വേറെ ആളുകളുണ്ടെന്നും ഒക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ ആ മുറിയിൽ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏതുതരം വാർത്താ രീതിയാണ് എന്ന് അവരവർ തന്നെ പരിശോധിക്കുക. പിന്നെ ബോർഡ് മറച്ച വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ബോർഡ് വെക്കാറല്ലോ. ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകളാണ് ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. നമസ്കാരം. US ഇസ്രായേൽ കൂട്ടുകെട്ടിൽ ഇറാനിൽ നടക്കുന്ന യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ഖൊമേനി മരണപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇറാൻ തിരിച്ചടിക്കുകയും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഒമാൻ കടലിടുക്കിൽ വച്ച് ഒരു എണ്ണക്കപ്പലിന് ബോംബ് ചെയ്യുകയും അത് തീപിടിക്കുകയും ചെയ്തതോടുകൂടി പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ തന്നെ കലാപകലുഷിതമാകുന്നു. കത്തിയാളി പടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എവിടെയും മിസൈലുകളും ബോംബുകളും വർഷിക്കുന്ന ശബ്ദം, സ്ഫോടനാത്മകമായ അതിഭയാനകമായ ശബ്ദവും പുകപടലങ്ങളും ഉയരുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇനി ഇറാന്റെ ഗതി എന്ന് കണ്ടു തന്നെ അറിയണം എന്നാണ് ലോകമാധ്യമങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇന്ത്യയിൽ, കേരളത്തിൽ 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. ഏതു വിധേനയും 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഇടതുപക്ഷവും കച്ചകെട്ടി മുന്നോട്ടിറങ്ങുമ്പോൾ ഏത് വിധേനയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെ കൂപ്പുകുത്തിച്ച് ഭരണം പിടിക്കുവാനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-ഉം മുന്നിട്ടിറങ്ങുമ്പോൾ രാഷ്ട്രീയ യുദ്ധം ഇങ്ങ് കേരളത്തിലും കനക്കുന്ന കാഴ്ച തന്നെയായി കാണാൻ കഴിയുന്നു. എന്നാൽ ഈ യുദ്ധത്തിനിടയിൽ ഓരോരോ മുന്നണികളും അവരവരുടെ വികസന നേട്ടങ്ങളും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളും ഇനി എന്തായിരിക്കും വികസനോത്മകമായ കേരളത്തിന്റെ മുഖഛായ എന്നുള്ള ചർച്ചകളുമെല്ലാം മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ ജനങ്ങൾ ഏത് സ്വീകരിക്കും, ഏത് സ്വീകരിക്കില്ല, എന്തിനെ തള്ളും, എന്തിനെ കൊള്ളും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് 178 വീടുകൾ സമർപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന് ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. പ്രധാനമന്ത്രി ചൂരക്കൈ മുണ്ടക്കൈ ദുരന്തത്തിൽ വയനാട് സന്ദർശിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തിലാളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേദിയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ നാടകം കളിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റുന്നതും കാണാൻ കഴിയുമായിരുന്നു. പതിവിന് വിപരീതമായി ഒരു കൊച്ചുകുട്ടിയെ പിണറായി വിജയൻ തന്റെ മടിയിലിരുത്തി ലാളിക്കുന്ന കാഴ്ച കേരളത്തിന് അത്ഭുതം കൂറുന്ന കാഴ്ച തന്നെയായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. PR വർക്കുകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും കൂട്ടരും കാട്ടിക്കൂട്ടുന്ന ഓരോ നാടകങ്ങളും പൊളിഞ്ഞ് ഒടുങ്ങുന്ന അവസാനത്തെ കാഴ്ചയാണ് ഇന്ന് ചൂരൽ മല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ 178 വീട് അപകടത്തിൽപ്പെട്ട ആളുകൾക്ക്, ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് മുഖ്യമന്ത്രി നൽകുന്നതിനിടയിൽ, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനിടയിൽ കണ്ട ഈ കുട്ടിയെ മടിയിലിരുത്തിയുള്ള നാടകം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ പ്രതിരോധിക്കുന്നത് കാണാമായിരുന്നു കരിങ്കൊടിയുമായി. എന്നാൽ ഏതോ ഒരു ആയുധം വെച്ച് വീണ ജോർജിന്റെ, ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിന്റെ കഴുത്തിൽ KSU-കാർ വെട്ടി പരിക്കേൽപ്പിച്ചു. എന്നാൽ അത്ഭുതകരമായി മന്ത്രി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പോലീസ് FIR എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജില്ലാ ആശുപത്രിയിൽ ഓടിയെത്തുകയും വീണ ജോർജിന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. എന്നാൽ തീരെ അനങ്ങരുത്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിർദ്ദേശിക്കപ്പെട്ട വീണ ജോർജിന്റെ കഴുത്തിന്റെ എല്ലുകൾക്ക്, കശേരുക്കൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അനങ്ങാൻ പാടില്ല, കിടന്ന കിടപ്പിൽ കിടക്കണം എന്നൊക്കെ മെഡിക്കൽ ബോർഡ് കൂടി ഡോക്ടർമാർ അവരുടെ ബുള്ളറ്റിനിലൂടെ പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കി കേരളത്തെ അറിയിച്ചെങ്കിലും രായ്ക്ക് രായ്മാനം വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും നേരം പുലർച്ചെ പരപര വിളിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ്, ആരെ ഭയന്നിട്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ ജോർജ് പരക്കം പാഞ്ഞ് രക്ഷപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് നവീൻ ബാബു അടക്കമുള്ള രാഷ്ട്രീയ വൈരികളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്തത സഹചാരികളായ CPM ഗുണ്ടകൾ കൊലപ്പെടുത്തിയ ചരിത്രം ഓർത്തിട്ടാവാം TP ചന്ദ്രശേഖരന്റെ വിധി 51 വെട്ടുവെട്ടി കാലപുരിക്കാച്ച TP ചന്ദ്രശേഖരന്റെ വിധി ഓർത്തിട്ടാവാം വീണ ജോർജ് ഓടി രക്ഷപ്പെട്ടത് എന്ന് ഒരു പറ്റവും പറയുന്നുണ്ട്. എന്താണ് വാസ്തവം എന്നുള്ളത് നമുക്കറിയില്ല. ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ ചാനലിൽ വന്നിരുന്ന വീണ ജോർജ് തനിക്ക് നേരിട്ട അപകടത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് താൻ ചികിത്സയിൽ കഴിഞ്ഞതെന്നും അവിടെ നിന്ന് പോകുന്നതെന്നും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ
പരപര വിളിക്കുന്നതിന് മുമ്പ് 4 മണിക്ക് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോയത് എന്നുള്ള കാര്യം വീണ ജോർജ് പറഞ്ഞില്ല. ഇതിനിടയിലാണ് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണം കൂടി ഉണ്ടാകുന്ന വാർത്ത പുറത്തു വരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നവയുഗ യാത്രയോടനുബന്ധിച്ച് പാലക്കാട് MP ആയ VK ശ്രീകണ്ഠൻ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട, അതായത് ലൈംഗിക പീഡനത്തെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ട പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ VK ശ്രീകണ്ഠൻ അടൂരിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയ രംഗത്ത് ബോംബ് സ്ഫോടനമായി ചില ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അടൂരിൽ ഒരു റെസ്റ്റോറന്റിൽ ഞാനും VK ശ്രീകണ്ഠനും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ റെസ്റ്റോറന്റിൽ പലരും ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. VK ശ്രീകണ്ഠനും ഞാനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നവയുഗയാത്ര അടൂരിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ഇതിലെന്താ അസ്വാഭാവികമായ കാര്യമാണുള്ളത്? വാർത്താ ചാനലുകൾക്ക് ഇത്രയും വാർത്താ ദാരിദ്ര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബോർഡ് വയ്ക്കാതെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു മറ്റു ഒരു മാധ്യമം ചർച്ച ചെയ്തത്. സാധാരണ പത്തനംതിട്ടയിൽ തന്റെ ജന്മനാടായ അടൂരിലും പത്തനംതിട്ടയിലുമെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ താൻ MLA ബോർഡ് വയ്ക്കാറില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. യാതൊരു തരത്തിലുള്ള വാർത്തകളും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ വാർത്താ മാധ്യമങ്ങൾ ഇതെല്ലാം വാർത്തയാക്കുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വാർത്താ മാധ്യമങ്ങൾക്ക് എന്താണ് അവരുടെ ധാർമ്മികത എന്ന് പഠിപ്പിക്കുവാൻ ഞാൻ ആളല്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ VK ശ്രീകണ്ഠനുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു മാധ്യമങ്ങൾ VD സതീശനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അതിലെന്ത് അസ്വാഭാവികയാണ് ഉള്ളത് എന്നാണ് VD സതീശനും ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോൾ VK ശ്രീകണ്ഠൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പാടില്ല? ഞാൻ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ കാണുകയും സംസാരിക്കുകയും കൈ കൊടുക്കുകയും എല്ലാം ചെയ്യും. അതിലെന്താണ് പ്രശ്നമുള്ളത്? ഇത് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ VD സതീശനിൽ നിന്നും പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നില്ല അത്. കാരണം ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണം പോലും ചോദിക്കാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം വരെ കട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയായിരുന്നു. പിന്നീട് നിയമസഭയിലും പ്രത്യേക ബ്ലോക്കായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭ കൂടുമ്പോൾ ഇരുന്നത്. എന്നാൽ VD സതീശൻ പുതുയുഗ യാത്ര നടത്തുമ്പോൾ, നവയുഗ യാത്ര നടത്തുമ്പോൾ പിണറായി വിജയനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഏത് വിധേനയും കേരളീയർ ഒരുമിച്ച് നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു വികസിത കേരളത്തിന് വേണ്ടി പ്രഖ്യാപിത ലക്ഷ്യവുമായി VD സതീശനോടൊപ്പം UDF നേതാക്കളെല്ലാം യാത്ര തുടരുന്ന ഘട്ടത്തിൽ പാലക്കാട് MP ആയ VK ശ്രീകണ്ഠൻ, പാലക്കാട് MLA ആയ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തെ അടൂരിൽ ഒരു സ്വകാര്യ റെസ്റ്റോറന്റിൽ വെച്ച് സ്വകാര്യ സന്ദർശനം നടത്തി എന്ന രീതിയിൽ വന്ന വാർത്തയോട് പ്രതികരിക്കുമ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ ഞെട്ടിക്കുകയായിരുന്നു. ഞാൻ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കും, കൈ കൊടുക്കും. അതിലെന്താണ് തെറ്റുള്ളത്? അസ്വാഭാവികമായി അതിൽ യാതൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് മാധ്യമങ്ങളോട് ചോദിച്ചത്. ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ തളയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ പിണറായി, മിസ്റ്റർ പിണറായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം ഓരോരോ ഭരണപരമായ നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും അകത്താക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പരസ്പരം ഉഭയസമ്മതപ്രകാരം നടന്ന ചില ലൈംഗിക കേളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന്, അതായത് ഭർത്തൃമതികളായ ചില സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പരസ്പര ഉഭയസമ്മതപ്രകാരം നടത്തിയ ലൈംഗിക വീഴ്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പീഡിപ്പിച്ചതാണ് എന്നുള്ള ഒരു രീതിയിൽ കേസെടുത്ത് മുഖ്യമന്ത്രി പോലീസിന് കൈമാറി പോലീസിനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ രായ്ക്കിരായ്മാനം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒരു കേസല്ല, 1, 2, 3 എന്ന കേസുകൾ ഇരിപ്പിച്ച് 3 കേസിലും ബഹുമാനപ്പെട്ട കോടതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുകയുണ്ടായി. അതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓശാന പാടുന്ന പോലീസുകാരുടെയും ലക്ഷ്യം തെറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. ഇനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും എങ്ങനെ ഒതുക്കേണ്ടു എന്നുള്ള ചിന്തയുടെ ഭാഗമായി തന്നെയാണ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലുമായി സ്വകാര്യ ചർച്ച നടത്തി എന്നൊക്കെയുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇത് VD സതീശന്റെ കാതിലെത്തി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും എന്നറിയുവാൻ വേണ്ടിയാണ് ചില മാധ്യമങ്ങളെ നിയോഗിച്ചത്. എന്നാൽ VD സതീശൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയിൽ പരസ്പരം അറിയുന്ന ആളുകൾ എന്ന രീതിയിൽ കണ്ടുമുട്ടുമ്പോൾ ലോക്യം പറയുകയോ കൈ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമുള്ളത്? ഞാൻ തന്നെ നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ കൈ കൊടുക്കും, സംസാരിക്കും. ഇതിലെന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് പോലും മറുപടി ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ പിണിയാളുകളായി എത്തിയ, അതായത് CPM-ന്റെ ഇടതുപക്ഷക്കാരുടെ പിണിയാളുകളായി എത്തിയ മാധ്യമങ്ങൾ അക്ഷരാർത്ഥത്തിൽ VD സതീശന്റെ മറുപടി മുമ്പിൽ ചൂളി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇങ്ങ് കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ യുദ്ധവും പരസ്പരം രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള വൈര്യവും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ ബോംബ് വർഷവും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരിക്കും 2026 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത് നമുക്കും കണ്ടറിയാം, കാത്തിരിക്കാം. ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു മുറിയിൽ ഞാനും ശ്രീ VK ശ്രീകണ്ഠനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകളുടെ സത്യസന്ധതയില്ലായ്മയ്ക്ക് അതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ ആളുകൾ അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്. ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന എത്ര വാസ്തവമില്ലാത്ത, എന്തിനാണ് നമ്മൾ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാനങ്ങനെ മാധ്യമധർമ്മമൊന്നും പഠിപ്പിക്കാനായിട്ടില്ല, അത് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണോ രണ്ടുപേർ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്?
ഇപ്പോൾ ശ്രീ വി കെ ശ്രീകണ്ഠനും ഞാനും തമ്മിൽ രഹസ്യമായി സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണോ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ റെസ്റ്റോറൻ്റ് ആണെന്നും വേറെ ആളുകളുണ്ടെന്നും ഒക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ ആ മുറിയിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏതുതരം വാർത്താരീതിയാണ് എന്ന് അവരവർ തന്നെ പരിശോധിക്കുക. പിന്നെ ബോർഡ് മറച്ച വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ബോർഡ് വയ്ക്കാറില്ല. ഒഫീഷ്യൽ പരിപാടികൾക്ക് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ നാട്ടിൽ അത് MLA ആയ കാലം തൊട്ട് എൻ്റെ നാട്ടിലൂടെ അങ്ങനെ ഞാൻ അധികം യാത്ര ചെയ്യാറില്ല. അത് ഏറ്റവും ചുരുങ്ങിയത് പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാമല്ലോ, ഞാൻ ഒഫീഷ്യൽ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ മാത്രമാണ് ബോർഡ് വെച്ച വാഹനത്തിൽ യാത്ര ചെയ്യാറുള്ളത്. അല്ലാതെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ശൈലിയാണ്. അതിലൊക്കെ നിങ്ങളിങ്ങനെ ദുരൂഹതയും വാർത്താ സാധ്യതയും ഒക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കുമല്ലോ, അതിനെന്താ തെറ്റ്? അതിലൊന്നും ഒരു വാർത്തയില്ല. MLA-മാർക്ക് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കോൺഗ്രസ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതൃത്വം വിലയിരുത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലല്ല, അതൊക്കെ നമ്മളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. വയനാട് ടൗൺഷിപ്പിന് ഉദ്ഘാടനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ടി സിദ്ദിഖിന് വലിയ കൂക്കുവിളി ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഒരു കൂക്കുവിളിക്കില്ല, മര്യാദയാണ്. അവിടുത്തെ MLA ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPM-ന്റെ MLA-യോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതും മര്യാദയല്ല, ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകളാണ് ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. വോട്ട് എണ്ണുമ്പോൾ BJP-ക്ക് 1-2 സീറ്റുകളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഈ സ്വയം ഈ ചുവറൊക്കെ എഴുതി അവർ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJP-യുടെ ഒരു പെർഫോമൻസിൽ എന്താ ഒരു കമന്റ്? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പാലക്കാട് MLA-യും പാലക്കാട് MP-യും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കുമല്ലോ.